ഇനി കുറച്ച് കുയര പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. ഇരിക്കൂർ പാലത്തിൻ്റെ അടിയിലാണ്. ഇങ്ങനെ വളച്ചിട്ടാണ് നമ്മൾ കുയര പിടിക്കല്. മറ്റുള്ള സ്ഥലത്ത് നിന്ന് തോണിയിൽ നിന്ന് മറ്റേ ടങ്കീസ് വല ചായ്ക്കുമ്പോൾ ചായ്ച്ചില്ല പിടിക്കല്ലേ. നമ്മൾ അന്നേരം വളഞ്ഞിട്ട് പിടിക്കില്ല. ഇതുപോലെ വലയെടുത്ത് ഇങ്ങനെ വളച്ച് വരും. ഈ ടങ്കീസിൻ്റെ കുയര പിടിക്കുന്ന വലയാണ്. വളച്ച് കൊണ്ടുവന്നിട്ട് കൂട്ടിയിട്ട് നിരക്കാൻ എടുക്കൽ. 50-51 മീറ്ററിൻ്റെ അടുക്ക വല ഉണ്ട്. 51 മീറ്റർ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് വരുന്നത്. അവിടെ എവിടെയോ കുടുങ്ങിയെന്ന് തോന്നുന്നു. പാറൊക്കെ കുടുങ്ങിയ ഞാൻ കുടുക്കഴിക്കണം. കുടുക്കഴിച്ചിട്ട് മറ്റുള്ള കാര്യം നടക്കും. വല വളച്ചതിന് ശേഷം ഇതുപോലെ കൂട്ടും. അടിക്കയറും മേൽക്കയറും ഒരുപോലെ വലിച്ച് കൂട്ടും. അപ്പോൾ ഇതിനുള്ളിലുള്ള കുടുങ്ങുന്ന കുയരയിൽ കുടുങ്ങും. അല്ലാതെ വലിയ കുയരെല്ലാം കുടുങ്ങാണ്ട് അതിൻ്റെ ഉള്ളിൽ അത് ലാസ്റ്റ് കൂട്ടിയിട്ടാകുമ്പോൾ എടുക്കും. ഇതുപോലെ കുയര കുടുങ്ങിയിട്ടുണ്ടായി ചെറിയ സൈസെല്ലാം. മണ്ണുള്ളത് കുടുങ്ങൂല. രണ്ടാമത്തെ ഏരിയ നമ്മൾ കവർ ചെയ്ത് തുടങ്ങി. കൊമ്പ് പഞ്ഞി ഇതെല്ലാം എടുക്കുക. വെള്ളം നല്ലോണം ഇളക്കിയിട്ട് കുയലിൻ്റെ വലൻ്റെ ഉള്ളിലേക്ക് പായിച്ച് കയറ്റും. ഇതുപോലെ ഇണക്കി പായിക്കലാണ്. ഇവിടുന്ന് മറ്റൊരു ഏരിയയിലും കൂടി എത്തി. ഇവിടുന്ന് അത്യാവശ്യത്തിന് കുയല കെട്ടി. നല്ല 9 മണി 10 മണി ആയിട്ടുള്ളൂ. എന്നാലും നല്ല ചൂടും വെയിലായതുകൊണ്ട് ഇന്നത്തെ പിടുത്തം ഞങ്ങൾ അവസാനിപ്പിക്കലാണ്. ഈ വീട്ടിൽ ചെന്ന് കുക്ക് ചെയ്യുന്ന വീഡിയോ. മീൻ ക്ലീൻ ചെയ്ത് മീൻ കറി വെക്കാനുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇത് ചട്ടിയിലിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോൾ അതിൽ കുയലിടും. എന്നിട്ട് കറി വെക്കും. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. കറി ഓക്കെ ആയി. രാത്രിയത്തെ ഭക്ഷണം ഒറോട്ടിയും കോയലക്കറിയും. നല്ല സൂപ്പർ ടേസ്റ്റാണ് കോയലും ഒറോട്ടിയും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എഴുതുന്ന ഇത് നല്ലൊരു വീഡിയോ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.